ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. കാരണം വചനങ്ങൾ പറഞ്ഞു കൊടുത്തും വചനം വെച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി അസാധ്യ കാര്യങ്ങൾ, ഒത്തിരി തടസ്സമുള്ള കാര്യങ്ങളൊക്കെ അസാധ്യ കാര്യങ്ങൾ സാധിച്ച് കിട്ടി, അല്ലെങ്കിൽ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടി, ബന്ധനങ്ങൾ അഴിഞ്ഞു, രോഗശാന്തി കിട്ടി, മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നൊക്കെ പലരും വിളിച്ചു പറയുകയും മെസ്സേജുകളൊക്കെ ഇടുന്നതിനും ഒക്കെ നിങ്ങളെ ഓർത്ത് ഞാൻ ആത്മന ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന വചനങ്ങൾ നമ്മളിന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. വചനത്തിലൂടെ അസാധ്യ കാര്യങ്ങൾ സാധ്യമാകും. കാരണം വചനം യേശു തന്നെയാണ്. യോഹന്നാൻ 1:1 പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നുവെന്ന്. അപ്പോൾ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ഒരു ഉദാഹരണം പറയാം. ഒരിക്കലും ഇവിടെ പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്ന ദമ്പതികൾ, അവർക്ക് കുട്ടികളുണ്ടാകാത്തത് കൊണ്ട് അവർ പിന്നെ കാത്തു നിൽക്കാതെ വർഷങ്ങൾ നോക്കി ഒരു കുട്ടിയെ ദത്തെടുത്തു. അപ്പോഴാണ് വേറെ എന്തോ ഒരു വിഷമസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആരോ പറഞ്ഞതനുസരിച്ചാണ് അന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്നത്. ഈ മാതാപിതാക്കൾക്ക് വേണ്ടി കൗൺസിലിംഗ് ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ചു, ദൈവവചനം കേട്ടു. ഇതാ ദത്തെടുത്ത ഒരു കൊച്ചുണ്ട്. വീണ്ടും കർത്താവ് പടപടാന്ന് ഓരോ മക്കളെ കൊടുത്തു. അങ്ങനെ 2 മക്കൾ അവർക്കുണ്ടായി. ആദ്യത്തെ കുട്ടി ദത്തെടുത്തതുണ്ട്. അങ്ങനെ 3 മക്കളുണ്ടായി. അപ്പോൾ ഇതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. പ്രഭാഷകൻ 42:15 പറയുന്നുണ്ട്, കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിറവേറ്റപ്പെടുന്നുവെന്ന്. അപ്പോൾ വചനം നമ്മളിൽ നിറയണം. ആ വചനം ഇന്നലെയും ഇന്നും യേശുക്രിസ്തു അന്ധനെ സുഖപ്പെടുത്തി, ഊമൻ്റെ കെട്ടഴിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു. അതേ വചനം അതുപോലെ തന്നെയുള്ള ശുദ്ധമായ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചാൽ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിറവേറി. പിന്നെ ഇതെന്താ ചിലർക്കൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്? യേശുവിൻ്റെ കാലത്തും അനേകം രോഗികളുണ്ടായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ചവരെയും പ്രാർത്ഥിച്ചവരെയും, പിന്നെ യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നതിന് പ്രത്യേക പദ്ധതി പ്രകാരം ഈശോ രോഗികളെയെല്ലാം സുഖപ്പെടുത്തി ബന്ധിതർക്ക് മോചനം നൽകി. അപ്പോൾ അന്നുമുണ്ട് ഈ ഒത്തിരി അധികം രോഗികളുണ്ട്. എല്ലാവരുടെ അടുക്കലേക്ക് ഈശോ പോയില്ല. ഈശോയെ തേടിയവരും ഈശോയുടെ അടുത്ത് വന്നവരെല്ലാം ഇത് യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ്. റോമ 19 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും എഴുതിത്തരാം ആരുടെ മുമ്പിൽ. ഞാൻ ഉദയംപേരൂർ ഒരു കുട്ടിയെ, ജസ്ന എന്നാണ് പേര്, തലയടിച്ച് വീണിട്ട് ഒരു വശം പാരലൈസായിപ്പോയി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എറണാകുളത്തുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സ എല്ലാം കഴിഞ്ഞ് ഒന്നും ചെയ്യാനില്ല, വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുക. പക്ഷേ ദൈവവചനം പ്രാർത്ഥിക്കാനുള്ള 2-3 വചനം എഴുതി കൊടുത്തിട്ട് എന്തെല്ലാം പറഞ്ഞിട്ട് ഇവരുടെ തലയിലോട്ട് കയറുന്നില്ല, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോ നിന്നെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തിയിരിക്കുന്ന എഴുതി ഒപ്പിട്ട് കൊടുത്തു. എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ ആ അവസ്ഥ കണ്ട് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സുഖപ്പെടുന്ന ആശുപത്രി പറഞ്ഞിരിക്കുന്ന മുഴുവൻ, ഡോക്ടർ പറഞ്ഞ മുഴുവൻ ഇവരുടെ തലയിലിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന അന്ന് രാത്രി 11:30 മണിക്ക് മിറാക്കിൾ നടന്നു. കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, താങ്ങി പിടിച്ചു ബാത്റൂമിൽ കൊണ്ടുപോയ കുട്ടി ഇതാ ബാത്റൂമിൽ തന്നെ പോകണമെന്ന് ശാഠ്യം പിടിച്ചു. തന്നെ ഫ്ലഷ് അടിച്ചു. പിന്നെ കാലിന് ശക്തി കിട്ടി, കൈക്ക് ശക്തി കിട്ടി. ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കൈ അനക്കാൻ പറ്റിയല്ല, സുഖപ്പെട്ടെന്ന്. അങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ ഇന്നാളൊരു പരിപാടിക്ക് വന്നപ്പോൾ പുറകിൽ വന്നിങ്ങനെ തോണ്ടി വിളിക്കുക, തിരിഞ്ഞു നോക്കും, ബ്രദറിന് എന്നെ മനസ്സിലായാന്ന് ചോദിച്ചു. അപ്പോൾ ആലോചിച്ചുകൊണ്ടൊക്കെ പറഞ്ഞു, പറയാം ഞാനാണ് ജസ്ന, എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിച്ചിട്ട് ഡയറിയിൽ എഴുതി ഒപ്പിട്ട് തന്ന് ആ വചനം എഴുതി തന്നിട്ട് പോയി. ആ വചനം പറഞ്ഞു പ്രാർത്ഥിച്ച് അന്നും ഇന്നും ഇതാ ദൈവം പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി. അതെല്ലാം പഴങ്കഥ പോലെ ആയിത്തീരും. അപ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി അതാണ്. അതുപോലെ തന്നെ
റോമ 9:6 പറയുന്നുണ്ട് ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ഉള്ളിൽ പറയുമോ എന്തോരം സ്ഥലത്ത് പോയി, ഉടമ്പടി ചെയ്തു, അതിന് പോയി, ഇതിന് പോയി, അണക്കരെ പോയി, അതിനൊന്നും കുറച്ച് കാണണ്ട, അത് അതിൻ്റെ വഴി കിടന്നോട്ടെ. ദൈവവചനം എപ്പോഴാണ് പ്രവർത്തിക്കുന്നത് അറിയില്ല. വിശുദ്ധ ഇഗ്നേഷ്യസ് ലേഖനയിലൂടെ ദൈവവചനം കേട്ട് 6 മാസം കഴിഞ്ഞപ്പോഴാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൽ അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ നടന്നത്. നമ്മൾ രോഗിയായിരുന്നാലും നമ്മൾ ബലഹീനരായിരുന്നാലും ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞതിൻ്റെ ലക്ഷണങ്ങളല്ല സഹനങ്ങൾ. വിശുദ്ധ അൽഫോൻസാമ്മ സഹനങ്ങളുടെ ആധിക്യത്തിൽ കിടന്നുകൊണ്ട് ദൈവമോത്തത്താൽ നിറയപ്പെട്ടവരാണ്. വിശുദ്ധ കൊച്ചുറേസ്യ പുണ്യാളത്തിയുടെ ജീവിതത്തിലും എല്ലാം നമ്മൾ ഇത് കാണുന്നുണ്ട്. ഒരു പ്രേക്ഷിത വേലക്ക് ഒരു സ്ഥലത്തും മൈക്ക് വെച്ച് പ്രസംഗിക്കാൻ പോയില്ല. പക്ഷേ ഇന്ന് മിഷണറിമാരുടെ മധ്യസ്ഥയായ വിശുദ്ധയായിട്ടാണ് വിശുദ്ധ കൊച്ചുറേസ്യ പുണ്യാളത്തെ അറിയപ്പെടുന്നത്. എങ്ങും പോയി ധ്യാനിപ്പിക്കുകയോ ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ സുവിശേഷ പ്രവേശനം നടത്താൻ നമ്മളെപ്പോലെ നടക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ക്രിസ്തീയ മിഷണറിമാരുടെ മധ്യസ്ഥയായ വിശുദ്ധയായിട്ട് തിരുസഭ ഈ വിശുദ്ധയെ അവരോധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജോഷ 1:5 പറയുന്നുണ്ട് നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ഇങ്ങനെ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ അപൂർവ സൃഷ്ടിയാണ് ഞാൻ. ആര്? ഷാജു ബ്രദർ മാത്രമല്ല, ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു അപൂർവ ജന്മമാണ്. നമ്മൾ പറഞ്ഞിട്ടല്ല, ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിലേക്ക്, ഈ വീട്ടിൽ, ഈ അപ്പനിൽ, ഈ അമ്മയിൽ, ഈ കുടുംബത്തിൽ, ഈ അവസ്ഥയിൽ, ഈ വലുപ്പത്തിൽ, ഈ നിറത്തിലൊക്കെ സൃഷ്ടിച്ചത്. അതിനോട് നമ്മൾ രമ്യതപ്പെടണം. ദൈവത്തോട് തന്നെ, നമ്മളോട് തന്നെ നമ്മൾ രമ്യതപ്പെടണം. നമ്മുടെ ഉള്ളിലുള്ള ചില ഇഷടുകളൊക്കെ കളയണം. പ്രാർത്ഥിക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ ഒന്നിലും തൃപ്തിയില്ല, സന്തോഷമില്ല. ഈ ഭർത്താവ്, ഈ ഭാര്യ, ഈ കുഞ്ഞുങ്ങൾ, ഈ വീട്, ഈ സ്ഥലം, അത് കൊള്ളൂല, ഇത് കൊള്ളൂല. രമ്യതക്കുറവും മാറ്റണം. സാധിക്കുമെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ എടുത്ത് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഒരു ധ്യാനമൊക്കെ നിയോഗം വെച്ച് കൂടണം. വചനങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. നമ്മളെ തന്നെ ചേമ്പലപ്പുറത്ത് വെള്ളം പിടിക്കാത്തതുപോലെ ദൈവവചനം ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ പുറംപൂച്ച് വേറെ, ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ കാര്യങ്ങൾ. പക്ഷെ വചനം സ്പർശിക്കുകയില്ല. വചനത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല. ഹെബ്രായർ 4:2 പറയുന്നുണ്ട് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവരതിൽ വിശ്വസിച്ചില്ല. അപ്പോൾ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. സങ്കീർത്തനം 77:10 പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എന്താണ്? അത്യുന്നതൻ്റെ ശക്തി വെളിപ്പെടാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾക്കൊക്കെ പലവിധ ദുഃഖങ്ങളാണ്. നമ്മൾ പറയും കാശില്ലാഞ്ഞിട്ടാണ്, വീടില്ലാഞ്ഞിട്ടാണ്, കടം മാറാഞ്ഞിട്ടാണ്, ജോലി ഇല്ലാഞ്ഞിട്ടാണ്, PR കിട്ടാഞ്ഞിട്ടാണ്, വിസ കിട്ടാഞ്ഞിട്ടാണ്, ആഗ്രഹിച്ച കല്യാണം നടക്കാഞ്ഞിട്ടാണ്, കല്യാണം ഇതുവരെ നടക്കാഞ്ഞിട്ടാണ്, അപ്പനും അമ്മയും ഇങ്ങനെ ആയതുകൊണ്ടാണ്, ചില ദുശീലങ്ങൾ മാറ്റാൻ പറ്റാത്തതാണ്. പക്ഷെ വചനം പറഞ്ഞു തരുന്നത് ഇതാണ്: നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം ഇതൊന്നും ഉള്ളതോ ഇല്ലാത്തതോ ഒന്നുമല്ല. ഇതൊക്കെ ഉള്ള എത്രയോ പേർക്ക് സന്തോഷവും സമാധാനവും ഇല്ല. ഇത് കിട്ടുന്നത് വരെ ഭയങ്കര ആക്ടിങ് ആയിരുന്നു, ഭയങ്കര തീഷ്ണതയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി. അവരോടൊക്കെ ചോദിക്കും, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക ഇങ്ങനത്തെ. ഓസ്ട്രേലിയ എത്തണവരെയും ഭയങ്കര പുകില, എത്തിക്കഴിഞ്ഞ് കുറച്ചാൾ ഭയങ്കര പുകില. അപ്പോൾ ഇപ്പോൾ പറയുന്നത് അതിൻ്റെ വേറെ സ്ഥലത്തോട്ട് പോകണം. ഇറ്റലിയിൽ എത്തോളം ഭയങ്കര പുകില. എത്തിക്കഴിഞ്ഞ് എല്ലാ പ്രാവശ്യവും കിട്ടുന്ന അതേ ലക്ഷം തന്നെ എല്ലാ മാസവും കിട്ടാൻ തുടങ്ങിയപ്പോൾ അതിന് വിലയില്ല. ആറിയ കഞ്ഞി, പഴം കഞ്ഞി, പിന്നെ പ്രാർത്ഥനയില്ല, ദൈവമില്ല. ആദ്യത്തെ ഒരു മാസം ഭയങ്കര വിശുദ്ധിയിലൊക്കെ ജീവിച്ചു. പിന്നെ ഇവിടെ എല്ലാവരും, അവിടെ പോയ എല്ലാവരും അങ്ങനെയാണെന്നല്ല, അവർ പോകുന്നു, ഇവർ പോകുന്നു. പിന്നെ എനിക്കെന്താ പോകുന്നത്? പല തെറ്റിലും പാപത്തിലും അകപ്പെടുന്ന അവസ്ഥ. ദുബായിൽ പോയ ഒരു സഹോദരി എന്നോട് പറഞ്ഞതാണ്, ആദ്യത്തെ ഒരു മാസം ഭയങ്കര ഭക്ഷണം മേടിച്ച് ഉണ്ടാക്കി കഴിക്കുന്നു, ഭയങ്കര പിശുക്ക് ജീവിക്കുന്നു. പിന്നെ പതിയെ ഓർഡർ എടുക്കാൻ തോന്നുന്നു, പുറത്ത് പോകുന്നു, പൈസയുടെ ചിലവിൻ്റെ കാര്യം പറയാം. പിന്നെ ഒന്നും നോക്കാറില്ല, എപ്പോഴും ഇങ്ങനെ ഓർഡർ കൊടുത്തും ചിലവ് മേടിച്ചു. അപ്പോൾ ഒന്നും മെച്ചമില്ല. കിട്ടുന്നുണ്ട്, നല്ല തുക കിട്ടുന്നുണ്ട്, പക്ഷേ ജീവിത ചിലവ് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ തെറ്റുകളിൽ അകപ്പെടുന്ന കാര്യം പറയാം. ആദ്യം ഭയങ്കര ഇതായിരുന്നു, സൂക്ഷ്മം, വിശുദ്ധിയും, പ്രാർത്ഥന. അയ്യോ ദൈവം, മാതാവ് കൊന്ത. പിന്നെ നാണക്കേടായി. മാതാവിൻ്റെ സഭക്കും വിശ്വാസക്കെതിരെ പറയുന്നവരുടെ വർത്താനവും കളിയാക്കലും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ റൂമിലെല്ലാവരും അവർക്കൊന്നും ഇങ്ങനത്തെ ഭക്തിമാർഗ്ഗമില്ല, എന്നിട്ട് അവർ ജീവിക്കുന്നു. നീ മാത്രം എന്തിനാ? പിന്നെ പള്ളിയിൽ പോവാതെയായി, പ്രെയർ മീറ്റിംഗ് ഇല്ലാതെയായി, അല്ലെങ്കിൽ സഭക്ക് വിരുദ്ധമായ കൂട്ടായ്മകളിൽ പോകുന്നവർ വിളിക്കുമ്പോൾ എല്ലാം ഒന്ന് തന്നെയെന്നും പറഞ്ഞ് ഓടുന്ന തെറ്റായ പ്രബോധനങ്ങളുടെ പിന്നാലെ എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാ ദൈവം ഒന്ന് തന്നെയാണെന്നും പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന അവസ്ഥ. അപ്പം അങ്ങനെയുള്ള തെറ്റായ ബോധ്യങ്ങളെല്ലാം നമ്മൾ മാറ്റണം. സുഭാഷിതം 16:20 പറയുന്നുണ്ട്, ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. ഉത്കർഷം എന്ന് പറഞ്ഞാൽ എന്താ? ഉയർച്ച നേടും.
നമ്മൾ രക്ഷപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ അത്യുന്നതൻ്റെ ശക്തി, സങ്കീർത്തനം 77:10, വെളിപ്പെടാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ അറിഞ്ഞു. അപ്പം അത്യുന്നതൻ്റെ ശക്തി വെളിപ്പെടുന്നതിന് എന്നിലുള്ള തടസ്സങ്ങൾ എന്താ, അത് കണ്ടെത്തണം. കൗൺസിലിങ്ങിലേക്ക് വരണം, അതുപോലെ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടണം. നമുക്കറിയാം, നമുക്ക് രോഗങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ചികിത്സക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ മറ്റുള്ളവർ നമ്മളെ എടുത്തും താങ്ങിയും അല്ലെങ്കിൽ നിർബന്ധിച്ചും മരുന്നിനൊക്കെ കൊണ്ടുപോകും. ഇതുപോലെ തന്നെ കൗൺസിലിങ്ങും കുമ്പസാരത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല, കുറവില്ല, അതിലൂടെ ആ തടസ്സങ്ങൾ എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടുകയും അതിലൂടെയൊക്കെ NLP ഒക്കെ ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ സുഭാഷിതം 16:20 മറന്നു പോകരുത്. പ്രാർത്ഥിക്കാനുള്ള വചനങ്ങൾ 4 വചനങ്ങൾ സെപ്പറേറ്റ് പറഞ്ഞു തന്നോളാം. ഇപ്പോൾ ഈ പറഞ്ഞ വചനങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ. വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ദാവീദ് പ്രാർത്ഥിക്കുന്നില്ല, ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ എന്ന്. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ യോഹന്നാൻ 15:3, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത എത്രയോ ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജോലിക്കും പഠനത്തിനും അല്ലെങ്കിൽ പലവിധ പ്രയാസങ്ങളിലൊക്കെ ആയിരിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുകയും ഫോണിൽ കൂടെ പ്രാർത്ഥിപ്പിക്കുകയും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുകയും വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട് അത്ഭുതം എന്ന് പറയാൻ പറ്റത്തില്ല, മഹാത്ഭുതം എന്ന് പറയും. മഹാത്ഭുതം ബ്രദറെ, വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മിറാക്കിൾ. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അതുക്കും മേലെയാണ്. അതുകൊണ്ടാണ് പ്രയർ ഈസ് ഒമ്നിപൊട്ടൻ്റ് എന്ന് പറയുന്നത്. സർവം പ്രദാനം ചെയ്യും, എല്ലാം നടക്കും. ടോറി എന്ന ഗ്രന്ഥകാരൻ പറയുകയാണ്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരമാണ്, നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കരം. അപ്പോൾ ദൈവത്തിൻ്റെ കരത്തിന് എന്തെല്ലാം പറ്റും? അന്ധനെ സുഖപ്പെടുത്തി, ചെകിടൻ്റെ കാവ് തുറന്നു, മരിച്ചവരെ ഉയർപ്പിച്ചു, അപ്പം വർദ്ധിപ്പിച്ചു, അല്ലേ, ബന്ധനങ്ങൾ അഴിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. ദൈവത്തിൻ്റെ കരം ശൂന്യതയിൽ നിന്നെല്ലാം മെനഞ്ഞ അവൻ്റെ കരം ഇന്നും അവിശ്വാസത്തോടെ ആ കരം, ആ വചനം, ആ പ്രാർത്ഥന നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. ഓവറി മുറിച്ച് കളഞ്ഞ ഭയങ്കര കഠിന ദുഃഖത്തിൽ വന്ന ഓവറി ഇല്ല, പക്ഷേ ഒരു ഓവറി ഉണ്ട്. അത് വെച്ച് ദൈവത്തിന് അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഏങ്ങലടിച്ച് കരയുക. പക്ഷേ ആ ഒരു ഓവറി വെച്ച് ഗർഭിണിയായ മകൻ ഇന്നും മിടുമിടുക്കനായി വലിയ കുട്ടിയായി ഫുൾ മാർക്കോടെ പാസ്സായി ഉയർന്നു വന്നു. അതുപോലെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഏറ്റവും താഴ്ന്ന ലെവലിൽ ഏറ്റവും കഷ്ടത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം, പക്ഷേ ഇന്ന് 3 വീടുണ്ട്. ഒത്തിരി നാൾ പ്രാർത്ഥിക്കേണ്ടി വന്നു, മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ ശുശ്രൂഷ ചെയ്തു. ഒരു വീട് പ്രാർത്ഥിച്ചു, 3 വീട് കർത്താവ് കൊടുത്തു. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഏത് കാര്യത്തിൽ കണ്ണീരൊഴുക്കുന്നു, ഏത് കാര്യത്തെ ഓർത്ത് വിഷമിക്കുന്നുവോ അതുകൊണ്ട് നമ്മളെ ചിലപ്പോൾ ദൈവം വീർപ്പ് മുട്ടിച്ച് കളയും. പ്രാർത്ഥിക്കുമ്പോൾ അപ്പം തന്നെ പലരും ബ്രദറെ 1 മാസം വചനം വെച്ച് പ്രാർത്ഥിച്ചു, ഒന്നും ആയില്ലല്ലോ എന്നും പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. കളിയാക്കുന്നത് പോലെ, ദൈവത്തെ അല്ലെങ്കിൽ പരീക്ഷിക്കുന്നത് പോലെ. അങ്ങനെ ആകരുത്. കാരണം അവരുടെ തടസ്സം എന്താണെന്ന് അറിയാമോ? ആ വിഗ്രഹാരാധനയിലാണ്. ജോലി അവർക്കൊരു വിഗ്രഹമാണ്, വീടൊരു വിഗ്രഹമാണ്, കടം ഒരു വിഗ്രഹമാണ്. അവരുദ്ദേശിക്കുന്ന ആ കാര്യത്തെ ദൈവത്തെക്കാൾ കൂടുതൽ 1-ാം സ്ഥാനത്ത് നിൽക്കുക. അത് താഴോട്ടിറക്കും. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കും. അപ്പോൾ ദൈവം നമ്മളോട് പറയും, യെശയ്യാ 59:2 പറയുന്നുണ്ട്, 1-2, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയി, അവിടുത്തെ കാതുകൾക്ക് മാന്യത സംഭവിച്ചില്ല, നിൻ്റെ പാപങ്ങൾ നിന്നെയും നിൻ്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഞാനെന്ന ഭാവം. അല്ലെങ്കിൽ ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതൊരു വിഗ്രഹാരാധന പോലെ. IATS വിഗ്രഹമായിട്ടുള്ളവരുണ്ട്, OET വിഗ്രഹമുണ്ട്, ചിലർക്ക് കുഞ്ഞുങ്ങൾ വിഗ്രഹമുണ്ട്. അതിൽ കൂടെ തന്നെ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഏത് വിഷയമാണോ വിഗ്രഹം അതിൽ കൂടെ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടതാണ്. ദൈവരാജ്യം, നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഞാൻ ബ്രദർ ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് വിഷമമൊക്കെ തോന്നിയാൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് ഇട്ടേക്കണേ കേട്ടോ. നല്ലതായാലും ചീത്തയായാലും ഇതിനേക്കാൾ നല്ല അനുഭവങ്ങളുള്ള കിട്ടിക്കൊണ്ടിരിക്കുന്ന പലരും ഉണ്ട്. എന്നോട് പറയുകയാണ്, പവിത്രമായ വിശ്വാസത്താൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ പോലും യോഗ്യതയില്ല. പറയുന്ന ഓരോ വചനങ്ങൾ എഴുതി വെച്ചിട്ട് ഞാനവർക്ക് ടീച്ചർമാർ, പ്രൊഫസർമാരൊക്കെ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. വലിയ ബുദ്ധിരാക്ഷസന്മാർ പോലും ഇന്ന് വചനത്തിലേക്കൊക്കെ കടന്നു വന്ന അവർ പറയുന്നു, ബ്രദറെ എല്ലാ എപ്പിസോഡിലും വചനങ്ങൾ എഴുതി വെച്ച്, ഇതുപോലെ ഞങ്ങൾക്കും വചനം കിട്ടാൻ പ്രാർത്ഥിക്കണം, വചനം പഠിക്കണം, വചനം പറയണം. കാണാതെ പറയാൻ പറ്റുന്നില്ല. ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു. പക്ഷെ വചനം ഇതുപോലെ ഓർക്കാനോ പറയാനോ അതൊരു കൃപയാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം എടുത്ത് വായിക്കാം. വരദാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ. അല്ലെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ മാത്രമേ പറ്റൂ, കമാന്നൊരക്ഷരം തുറക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസലോ.
ഹാലേലൂയ, യേശുവേ നന്ദി. അതൊരു വരദാനമാണ്, ക്യാരിസമാണ്. പ്രബോധന വരം, വചനപ്രഘോഷണ വരം, വേർഡ് ഓഫ് വിസ്ഡം, പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള വരം, പ്രാർത്ഥനാ വരം, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം. ഈ വരങ്ങൾ കിട്ടിയാലാണ് നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ. ഇത് എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. വരം കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ പോയിട്ട് പിടിച്ചോ എന്നും പറഞ്ഞ് വചനം കൊടുത്താൽ. മത്തായി 7:6 പറയുന്നുണ്ട്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്. വചനം കേൾക്കുക എന്നുള്ളതൊരു വരമാണ്. അതാണിപ്പോൾ നിങ്ങൾക്കുള്ളത്. വചനം ഷെയർ ചെയ്യുക എന്നുള്ളതൊരു ഗിഫ്റ്റാണ്, പ്രേക്ഷിത വേല എന്ന് പറയും. അതൊരു ക്യാരിസമാണ്. അപ്പോൾ അതെല്ലാം അത് ആ എളിമയുടെ തലത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. ഇങ്ങനെ. പിന്നെ ഒത്തിരി കടവുമായിട്ട് വന്ന 30 വർഷമായിട്ട് ഭയങ്കരമായ തടസ്സത്തിൽ കിടന്ന വരിഞ്ഞു മുറിക്കുക പോലത്തെ ഒരു കുടുംബത്തിൻ്റെ 30 വർഷമായിട്ട് ചില ഒരു നിയമങ്ങൾ ഭയങ്കര തടസ്സം. 10 വർഷമായിട്ടുള്ള കടം, 10ഉം അതിലും വർഷമായിട്ടുള്ള ലക്ഷങ്ങൾ കടം പെരുകി. പക്ഷേ ആ 30 വർഷമായിട്ടുള്ള തടസ്സം മാറിക്കഴിഞ്ഞപ്പോൾ 10 വർഷത്തെ കടം കർത്താവ് എഴുതി തള്ളിയതുപോലെ വഴികൾ തെളിഞ്ഞു കിട്ടി, മുഴുവൻ കടവും തീർത്ത. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. അതുകൊണ്ട് സങ്കീർത്തനം 19:14 പറയുന്നുണ്ട്, ഞാൻ അവരോട് പറഞ്ഞു വന്ന് വചനം കേൾക്ക്. അപ്പോൾ വചനം കേട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ എപ്പോഴാണ് നടന്നതെന്ന് പോലും പറയാൻ പറ്റാത്ത രീതി ദൈവത്തോടും വചനത്തോടും തീഷ്ണത വന്നു കഴിഞ്ഞപ്പോൾ 30 വർഷമായ തടസ്സം മാറി. 10 വർഷത്തെ ഒരു മല പോലത്തെ കടത്തിൻ്റെ അവസ്ഥ മാറിക്കിട്ടി. ഈ കടം തീരാനുള്ള പരിഹാര വഴികളെല്ലാം 30 വർഷമായിട്ട് ബന്ധനത്തിൽ കിടക്കുകയായിരുന്നു. ആ ബന്ധനം മാറിക്കിട്ടി, പിശാച് വിട്ടുപോയി. മത്തായി 8:16 പറയുന്നുണ്ട്, യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ച് രോഗികളെ സുഖപ്പെടുത്തി. അതാണ് നിങ്ങൾ വചനം കേൾക്കുന്ന പറയുക. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഏതൊക്കെയോ കോണിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, നടക്കാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ പൂർവ്വ കടമാണ്. തോബിത്ത് 3:1 മുതൽ 3 വരെ വായിക്കും. പൂർവ്വ കടവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. പ്രാർത്ഥിച്ചാൽ മാറാത്ത പൂർവ്വകടവും ഇല്ല, പ്രാർത്ഥിച്ചാൽ മാറാത്ത ശാപവും ഇല്ല. റോമ 8:1 പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഐക്യപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ ജീവിക്കുക എന്നർത്ഥം. വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഹെബ്രായർ 12:14 പറയുന്നത്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും. ആരെങ്കിലോടും എവിടെയെങ്കിലും ഒരു കോണിൽ വെറുപ്പ, മുൻവിധിയ, ശാപമോ വൈരാഗ്യമോ കണ്ടാമിണ്ടാത്ത അവസ്ഥയോ കുറ്റം പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അത് വിശുദ്ധിക്ക് തടസ്സമാണ്, വിശുദ്ധിക്കെതിരാണ്. അതായത് അശുദ്ധിയിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചാൽ കിട്ടും. നമ്മുടെ മക്കൾ അഴുക്കിലൊക്കെ പിരണ്ട് കളിച്ചൊക്കെ നടന്നിട്ട് അഴുക്ക് പിടിച്ച അവസ്ഥയിൽ വന്ന അവരെ കുളിപ്പിക്കാതെ വൃത്തിയാക്കാതെ അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച പാത്രം കൊണ്ട് വന്നിട്ട് ഭക്ഷണം ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കൊടുക്കും? ഒരിക്കലും കൊടുക്കില്ല, അല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് ദൈവവചനത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ള ആ മാനദണ്ഡം നമ്മൾ ഹെബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും. വിശുദ്ധി നിന്ന് പ്രാർത്ഥിച്ച വിളി കേൾക്കും, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ ഓർക്കണം, വർഷങ്ങളായിട്ട് കേസ് നടത്തിക്കൊണ്ട് ഒരു കേസിൽ അകപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പത്തെല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു വചനം കേൾക്ക്. പരിശുദ്ധ ദൈവമാതാവിനോട് അഗൈതവമായ ഭക്തി ഉള്ള ഒരു മനുഷ്യൻ കൂടെയാണ്. അപ്പോൾ വിസ്തയുടെ മാധ്യസഹായം തേടി, അതുപോലെ വചനം വെച്ച് പ്രാർത്ഥിച്ചു. കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വചനവും വചനപ്രഘോഷണം ഇങ്ങനെ കേട്ടത്. അടിച്ചു പൊളിച്ച് പാട്ടും ഡിസ്കോയും ആയിട്ട് വേണമെങ്കിൽ പോകാം. പക്ഷേ വചനം കേട്ട് എല്ലാവരും പറഞ്ഞു ഇവൻ്റെ കാര്യം കട്ടപ്പോകയാണ്, ഇതോടുകൂടി പോകും. പക്ഷേ ഇപ്പോൾ കേസ് നടത്തിയ വക്കീലിനെ പോലും അത്ഭുതം. വക്കീൽ പറഞ്ഞു വിട്ടുകൊടുക്കാം, ഒത്തീർപ്പാക്കാം, നമുക്കൊന്നും കിട്ടത്തില്ല. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ മെസ്സേജ് പോലെ കാര്യങ്ങൾ ചെയ്തു. വക്കീലിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേസ് അനുകൂലമായിട്ട് വിധിയായി കിട്ടി. എല്ലാവരും ചോദിക്കുക, എന്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്, എവിടെ പ്രാർത്ഥിക്കാൻ പോയത്, എവിടെ പ്രാർത്ഥിക്കാൻ പോയി, എന്ത് പ്രാർത്ഥിച്ചതല്ല. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കരുണ. ഇതാ യേശു വചനമാണ്. യേശു നമ്മളിൽ വസിക്കുമ്പോൾ യേശു ഉള്ളിടത്ത് സ്വർഗം മുഴുവൻ നമ്മുടെ സഹായത്തിന് എത്തും. കേസ് നടക്കുമ്പോൾ ആ ജഡ്ജിയെ, വക്കീലിനെ, എതിരാളികളെ, സാക്ഷികളെ എല്ലാം യേശുവിൻ്റെ തിരത്തം കൊണ്ട് കഴുകി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എക്സ്പാർട്ടി വിധിയായ കേസുകൾ അറിയാം. കൊണ്ടുപോയി കൊടുത്തവൻ ഹാജരായില്ല. അയ്യോ ബ്രദറെ എന്തു ചെയ്യും, അങ്ങനെ ചെയ്യും. പക്ഷെ വചനം കേൾക്ക്, നിങ്ങളൊന്ന് വചനം കേൾക്ക്, കൗൺസിലിംഗ് എടുത്ത് പ്രാർത്ഥിക്ക്, വചനം വെച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അവസാനം എക്സ്പാർട്ടി വിധിയായി കിട്ടി. അതാണ് വചനത്തിൻ്റെ ശക്തി. കേസിൽ വിജയിക്കും.
കഴിഞ്ഞ ദിവസം 2 പേര് ഇതുപോലെ വിളിച്ചു PR കിട്ടുക എന്ന് പറഞ്ഞാൽ. എല്ലാ ഇന്ത്യക്കാരും മുഴുവൻ കേരളക്കാരും മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ജോലി കിട്ടാനും PR കിട്ടാനും ഒക്കെ പാടാണ്. സ്റ്റേ ബാക്കൊക്കെ കുറച്ചു, അല്ലെങ്കിൽ സ്റ്റേ ബാക്കില്ല. നേരത്തെ പഠിക്കാൻ പോയാൽ കുറച്ച് നാൾ ജോലിയെടുത്ത് വന്ന നഷ്ടമൊക്കെ നേരത്തെ പോരാൻ പറ്റും. ഇപ്പോൾ കഷ്ടിക്കുഷ്ടിയാണ് പലർക്കും. ലോൺ പോലും ഇനി വരാൻ പോകുന്നൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ. ഈ പ്രാവശ്യം വന്ന കടബാധയും ജപ്തിയല്ല ബ്രദർ, നെഗറ്റീവ് അടിക്കുകയല്ല. കാരണം ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാർ വന്നു പറയും. ഒരുപാട് കടമായിരുന്നു, കടമൊക്കെ എടുത്തിട്ട് പോയിരിക്കുന്നവരുണ്ട്. പക്ഷേ സ്റ്റേ ബാക്കൊന്നും കിട്ടാതെ വരുമ്പോൾ, ജോലി കിട്ടാതെ വരുമ്പോൾ വരുംകാലങ്ങളിൽ ഇതാ ബാങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്തിരിക്കുന്നവർ പെട്ടുപോകും. ബാങ്കുകാർ വെറുതെ ഇരിക്കില്ല. ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ വഴികൾ തുറക്കണമേ എന്ന്. അപ്പോൾ വചനം വെച്ച് പ്രാർത്ഥിക്കുക. 4 വചനങ്ങൾ, അസാധ്യ കാര്യങ്ങൾ. നിങ്ങൾ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നിയോഗം സാധിക്കുമെങ്കിൽ കമൻറ്റിൽ എഴുതിയിടുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രം മതി, ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ സാധിക്കുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിയോഗം വെച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ വചന ശുശ്രൂഷ ഷെയർ ചെയ്യുക. വചനം കൊടുക്കുമ്പോൾ യേശുവിനെ തന്നെയാണ് ബ്രദർ ഒരു ഉപകരണമെന്ന് മാത്രം. പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം, ഇന്നൊരു സഹോദരൻ കുവൈറ്റിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ ധ്യാനമൊക്കെ കൂടിയിരുന്നു. അപ്പോൾ ആ സഹോദരിയാണ് ബ്രദറിൻ്റെ ശുശ്രൂഷ വചനം ഇട്ട് തന്നതെന്ന്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അടുപ്പത്തിലേക്ക് ഈ വ്യക്തി കടന്നു വന്നു. വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. PR കിട്ടും, രോഗശാന്തി കിട്ടും. ക്യാൻസർ പോലും ചികിത്സിച്ചിരുന്ന ഡോക്ടറെ ഇപ്പം എന്താ നടന്നതെന്ന് അറിയില്ലല്ലോ, അയ്യോ ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ, വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു, മനുഷ്യരെ പൊട്ട കളിപ്പിക്കണം. വചനം വെച്ച് ജെറമ്യാ 17:14 വചനം പറഞ്ഞു കൊടുത്തതാണ്. അപ്പം നമ്മളെ താങ്ങി നിർത്താൻ, സുഖപ്പെടുത്താൻ പറ്റിയ വചനമുണ്ട്. വെറുതെ വല്ല താക്കോലും കൊണ്ടുപോയിട്ട് താഴിൽ ഇട്ട് തിരിച്ചിട്ട് കാര്യമുണ്ട്? തുറയോ? താക്കോൽക്കൂട്ടം വീട്ടിലുണ്ട്. ആ താക്കോൽക്കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും താക്കോലിട്ടാൽ തിരിയത്തില്ല. തുറയത്തില്ല. അതിൻ്റെ തന്നെ താക്കോലിട്ട് തുറക്കണം. അപ്പോൾ ഇന്ന് ഓരോ വിഷയങ്ങൾക്കും അതത് വചനങ്ങളെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ടക്കെന്നും പറഞ്ഞിട്ട് തുറന്നു കിട്ടുന്ന, ടക്കെന്ന് പറഞ്ഞ അത്ഭുതങ്ങൾ നടക്കുന്ന അവസ്ഥയുണ്ട്. പ്രീസലോ. പക്ഷേ ലോകത്തിന് ഈ വചനം ഭോഷത്വമാണ്. 1 കൊറിന്തോസ് 1:18 പറയുന്നുണ്ട്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് പുരുഷൻ്റെ വചനം ഭോഷത്വമാണ്. അവർ ചിലപ്പോൾ ദുഷിക്കും, തരം താഴ്ത്തും. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവരും ഈ വചനത്തിലേക്ക് കടന്നു വരും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മയിൽ ഇതാ ഗബ്രിയേൽ ദൂതൻ കൊടുത്ത മംഗളവാർത്ത ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി, ദ പവർ ഓഫ് ദ അനോയിറ്റിംഗ് പവർ ഓഫ് ദ ലോർഡ്, ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, പാപശാപ ബന്ധനങ്ങൾ, പൈശാചിക പീഡകൾ, ദുഷ്ടാരൂപിയുടെ സ്വാധീനങ്ങൾ, അശുദ്ധിയുടെ ലക്ഷണങ്ങളെല്ലാം വിട്ടു, ഒരു ജോലിക്കും പോകാതെ, കിട്ടിയ ജോലിക്ക് പോകാതെ, തിരഞ്ഞെടുക്കാതെ, ഇത് വലിയ പദവികൾ മാത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മായ, പൊങ്ങച്ചം, അഹങ്കാരം, ഇതെല്ലാം മാറ്റിക്കൊടുക്കണമേ. ചെറുതിൽ നിന്ന് ആരംഭിക്കാൻ, എളിമയുടെ മാതൃകയിരിക്കാൻ കൃപ കൊടുക്കണമേ. കർത്താവെ, കടമെടുത്തൊക്കെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ട് 10 പൈസ ലോണിലോട്ട് അടക്കാതിരിക്കുന്നവരും അയച്ചു കൊടുക്കാതിരിക്കുന്നവരൊക്കെ ഉണ്ട്. അത് അവരുടെ ഒരു ബന്ധനമാണ്. വലുത് കിട്ടട്ടെ എന്നും പറഞ്ഞിരിക്കുക, ഉള്ളതിൽ പങ്ക് കൊടുക്കുക. അതുപോലെ നേർച്ചകൾ നേർന്നിട്ടുണ്ടെങ്കിൽ നേർച്ചകൾ നിറവേറ്റുക, വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നേർന്നിട്ട് അത് സുഖമായിട്ട് മറന്നു കളയുന്നവർ, അതൊരു ബന്ധനമാണ്. സഭാപ്രസംഗം 5-ാം അധ്യായം എടുത്ത് വായിക്കുക. നേർച്ച നേർന്നാൽ അത് നിറവേറ്റണം. അത്യുന്നതനോടുള്ള ഉടമ്പടിയാണ്, അതൊരു കെട്ടാണ്. എന്നിട്ട് പറയും, ബ്രദറെ പ്രാർത്ഥിച്ചു നോക്ക് വല്ലതും ഉണ്ടാകുന്നു. നിങ്ങൾക്കറിയാൻ പാടില്ലേ? അറിയാം, ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം എന്തോ ഉണ്ട്. അപ്പോൾ അതൊരു കെട്ടാണ്. പ്രൈസല്ല. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ജെറമ്യാ പ്രവചനം 4 വചനങ്ങളാണ്. ജെറമ്യാ 31:13, സങ്കീർത്തനം 68:28, ഉൽപ്പത്തി 18:14, ജെറമ്യാ 32:27. 4 വചനങ്ങളാണ് പ്രാർത്ഥിക്കാൻ തരുന്നത്. അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന വചനം. നിയോഗം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഈ വചനം കേൾക്കുന്നതിലും നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലെല്ലാം ഒരു നിയോഗം ഉണ്ടാകട്ടെ. നാളെ അടുത്ത ശുശ്രൂഷകളിൽ വരുമ്പോൾ നിങ്ങളുടെ കമൻറ്റ് അവിടെ ഉണ്ടാകും. ഷുവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിത്ത് ഗോഡ് യു ആർ ഹീറോ, വിത്തൗട്ട് ഗോഡ് യു ആർ സീറോ. ഞാനായിരുന്നാലും ശരി സീറോയാണ്. ഇങ്ങനെ ഞെളിഞ്ഞിപ്പോൾ ഇരിക്കാൻ പറ്റുന്നത് നമ്മുടെയൊക്കെ പൊടി പോലും ഉണ്ടാകില്ല. അതുപോലത്തെ തകർച്ച, ദാരിദ്ര്യം, അപകടങ്ങൾ, രോഗങ്ങൾ, വെല്ലുവിളികളിൽ കൂടെ കടന്നു പോയ എൻ്റെ ദൈവമേ, ഒരുക്കി വാർത്തെടുത്ത് ഇങ്ങനെ ഇരുത്തിരിക്കും. ഇപ്പോഴും പല പ്രതിസന്ധികളും പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ തല ഉയർത്തിയിരിക്കാൻ പോലും സാധിക്കുന്നത് പണ്ടേ തീർന്നു പോകേണ്ട അവസ്ഥകളിൽ കൂടെ കടന്നുപോയി.
പക്ഷേ ദൈവം ഇങ്ങനെ ഇരുത്തിരിക്കുക, ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. ആ തമ്പുരാൻ ഇഷ്ടമുള്ളതുവരെ അത് തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ ബുദ്ധിയേറിയ അധ്വാനമോ കഴിവോ ഒന്നുമല്ല, ഒന്നും അവകാശപ്പെടാനല്ല. വെറും സീറോ, ബിഗ് സീറോ. ഐ ആം എ ബിഗ് സീറോ. ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ ദൈവവചനത്തിന് വേണ്ടി ഇന്നലെ ഇപ്പോൾ ആലുവ ചൂണ്ടി സ്നേഹാലയത്തിൽ വചന ശുശ്രൂഷയും കഴിഞ്ഞ് ഒത്തിരി മക്കൾക്ക് ദൈവസ്നേഹത്തിൻ്റെ വചനങ്ങളും പാപവും മാനസാന്തരൻ്റെ വചനങ്ങൾ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു തിരുരക്താഭിഷേക ധ്യാനത്തിലൂടെ. കർത്താവ് പറഞ്ഞു തരും എവിടെ പോകണം, ആരെക്കൂടെ പോകണം, ഏത് സെൻറ്ററിൽ പോകണം. കഴിഞ്ഞ ദിവസം ഒരു തൊങ്ങൂർ പുള്ളിക്കുന്നമ്മാവ് ഡിക്സൺ എന്ന് പറഞ്ഞ ഒരു നെഞ്ചിന് പോട്ട് തളർന്നിരിക്കുന്ന സഹോദരൻ്റെ കൂട്ടായ്മ അവിടുത്തെ കോൺവെൻറ്റിലും. അപ്പോൾ പറഞ്ഞു, ബ്രദറെ എല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ച ഈശോ പറഞ്ഞു വിടും, ഈശോ കാണിച്ചു തരും, പോകണ്ടെങ്കിൽ പോകണ്ടെന്ന് പറയും. എവിടെ വചനം കൊടുക്കണം, ആർക്ക് വചനം കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വിടും. എൻ്റെ അനുഭവം ഇതാ, ഒരു റെസ്റ്റുമില്ലാതെ ഈശോ പറഞ്ഞു വിടും. ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും, അങ്ങേക്കായി ദാഹിക്കുന്നവരെ എൻ്റെ പക്കലേക്ക് ആനയിക്കണമേ. അവരോട് ആത്മാവിൻ്റെ ശക്തിയോടും സ്നേഹത്തോടും ധൈര്യത്തോടും കൂടെ സുവിശേഷം പങ്കുവെക്കാൻ എനിക്ക് ഇടയാക്കണമേ. എൻ്റെ അടുക്കൽ വരുന്നവർ അങ്ങയെ അനുഭവിക്കാൻ, അങ്ങയെ ദർശിക്കാൻ, അങ്ങയെ മഹത്വപ്പെടുത്താൻ എനിക്ക് ഇടയാക്കണമേ. ഇതാ പ്രാർത്ഥന. ചിലർ വരും, വന്നതിൽ സ്പീഡിൽ പോകും. പണ്ട് ഞാൻ ശുശ്രൂഷ ആരംഭിച്ച എൻ്റെ അപ്പൻ്റെ കൊടി മാറാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയത്, ഒരു 34 വർഷത്തിന് മുമ്പ്. അപ്പോൾ കുറേ പേരിങ്ങനെ വരാൻ തുടങ്ങി. എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് കരയുന്ന, പൊട്ടിത്തെറിക്കുന്ന, അപകർഷതാഭാവത്തിന് അടിപ്പെട്ട സ്വഭാവമുള്ള എന്നെ കർത്താവ് ആദ്യമൊക്കെ ഇങ്ങനെ വചനം ബൈബിളിൽ നിന്ന് എടുത്തൊരു ഭാവം വായിക്കും. പിന്നെ ശുശ്രൂഷ ഇങ്ങനെ അപ്പച്ചനും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. എന്നാലും പാട്ട് പാടും. ഇങ്ങനെ ഒന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഒരു സങ്കീർത്തനം എടുത്ത് വായിക്കും. മാർക്കോസ് 1 വായിക്കും, മാർക്കോസ് 5 വായിക്കും, മാർക്കോസ് 9 വായിക്കും, എഫെസസ് 6, 10, 17 വായിക്കും. ആരൊക്കെയോ പറഞ്ഞു തന്ന അല്ലെ ധ്യാനത്തിൽ കൂടെ പഠിച്ച ഫിലിപ്പിയർ 2, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. അടുത്ത ആൾ വായിക്കും, മാറി മാറി വായിക്കും. എന്നിട്ട് എഴുന്നേറ്റ് ഇച്ചിരി നേരം വചനം പറഞ്ഞു നോക്കും. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ദൈവവചനം കേൾക്കാൻ വേണ്ടി കൊച്ചു വചനം പറയണമെന്നും പറഞ്ഞിട്ട് കൊച്ചിനെ കാണാൻ വന്നവരൊക്കെ പോയി. ഒരുപാട് അത്ഭുതത്തോടെ മണിക്കൂറുകൾ ദൈവവചനം പ്രസംഗിക്കാൻ ഒരു ക്ഷീണവുമില്ല. അത്ര ഉൾക്കാഴ്ച പരിശുദ്ധാത്മാവ് തരുന്ന അവസ്ഥ ഉണ്ട്. ഞാൻ ഓർക്കാണ്, ഒരച്ഛൻ വന്നിട്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് വൈദികരായിട്ടും സിസ്റ്റേഴ്സായിട്ടും അൽമാരായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ പരിസരം ഒരച്ഛൻ വന്നിട്ട് എന്നെ POCയിലേക്ക്, ക്രൈസ്തവ സഭയുടെ ഒരു ഇവിടുത്തെ ഒരു കേന്ദ്രമാണ് POC. അച്ഛൻ്റെ മുറി കൊണ്ടുവരുന്നിട്ട് മോനെ എടാ നിനക്കിത് എങ്ങനെയാടാ കിട്ടണത്? ഇത്രയും വർഷം ഇത് പഠിച്ചിട്ടും ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇതുപോലെ പറയാനായിട്ട് അല്ല, ഇതിലൊരു അഹങ്കാരം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അച്ഛൻ ഈ കൃപ കിട്ടാൻ വേണ്ടി ഏത് വചനവും വായിക്കേണ്ടത്, അല്ല എന്താ പ്രാർത്ഥിക്കുക? അപ്പം ഞാൻ പ്രാർത്ഥിച്ച വചനം ഈ പറഞ്ഞ പ്രാർത്ഥനയും ജ്ഞാനം 3, 6, 9 അധ്യായങ്ങൾ, 3-ാം അധ്യായം, 6-ാം അധ്യായം, 9-ാം അധ്യായം മാറി ഇങ്ങനെ വായിക്കുമായിരുന്നു ഈ നിയോഗം വെച്ച്. ജ്ഞാനം 3-ാം അധ്യായം, 6-ാം അധ്യായം, 9-ാം അധ്യായം. അല്ല മോനെ അല്ലടാ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് പറയണം. ഇന്ന് അച്ഛൻ ഒരു വലിയ ശുശ്രൂഷകനാണ്, വലിയൊരു ധ്യാനഗുരുവായി തീർന്നു. ഇവിടെ എറണാകുളത്ത് നിന്നൊക്കെ പോയി. പ്രൈസ് ലോർഡ്. ദൈവം തീക്ഷ്ണമായ ആഗ്രഹം. സങ്കീർത്തനം 42 1-2 ഭാഗത്തിൽ പറയുന്നുണ്ട്, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. ദാഹം വേണം. ശുശ്രൂഷ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, അത് വേറെ കാര്യം. എന്നാലേ നമുക്ക് അതുപോലെ ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 4 വചനങ്ങൾ മറന്നു പോകരുത്. ശുശ്രൂഷരാകാനുള്ള വരം കിട്ടും, രോഗശാന്തി കിട്ടും, വീട് കിട്ടും. നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാകണമെന്നില്ല. ഇല്ലെന്നോർത്ത് തല പുകയൊന്നും വേണ്ട. ഇല്ലാതെ എങ്ങനെ നടക്കുന്നത്? ദൈവവചനത്തിൽ എല്ലാം ഉണ്ട്. അമ്മയുടെ മുലപ്പാലിൽ ഒരു കുഞ്ഞിന് ആവശ്യമായ, വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാം ഉണ്ട്. നമ്മൾ വലിച്ചെടുക്കുന്ന ഈ വായുവിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഓക്സിജൻ ഉണ്ടെന്ന് വിശ്വസിച്ചാലേ വലിക്കോളെന്ന് പറഞ്ഞിരുന്നാൽ നടക്കും. പ്രൈസലോ. ആ ഓക്സിജൻ ഇല്ലെങ്കിൽ അറിയാം. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്ത് വിടും. അതാ ഇവിടെ നിൽക്കുന്ന പ്ലാവും ചെത്തിയും ചെമ്പരത്തിയും ചെടികളെല്ലാം കമ്പുകളാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവർ നമ്മളിൽ നിന്ന് പുറത്തു പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ദൈവം അങ്ങനെ ക്രമീകരിച്ചിരിക്കുക. എല്ലാം മെച്ചേർഡാണ്, എല്ലാം അസോസിയേറ്റഡ് ആണ്. തമ്പുരാൻ ക്രമീകരിച്ചിരിക്കുക. നമ്മൾ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടല്ല ഒന്നും ഇവിടെ നടക്കുന്നത്. എന്ന് പറഞ്ഞ് വെറുതെ കൈയും കെട്ടിയിരിക്കണമെന്നല്ല. ആകാശത്തിലെ പറവകളെ നോക്ക്, വയലിലെ ലില്ലികളെ നോക്ക്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല എന്നും പറഞ്ഞ് ബൈബിളും തുറന്നു വെച്ച് മാത്രമേ ഇരുന്നു. അതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മൾ കഷ്ടപ്പെടണം. ഞാൻ ഇത്രയും സമയം നല്ലോണം ഞങ്ങൾക്ക് ഫുഡിൻ്റെ പരിപാടികളുണ്ട്. അപ്പോൾ ഓർഡറുകളൊക്കെ വരുമ്പോൾ അത്യാവശ്യം ജീവിത പങ്കാളിയുടെ കൂടെ അതൊക്കെ സഹായിച്ചു കൊടുക്കും, കൊണ്ടുപോയി കൊടുക്കും, അരിഞ്ഞു കൊടുക്കും. പറ്റുന്ന കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ഏതളവിലാണോ അത് ചെയ്യും. ജോലികളും ചെയ്യണം, അതേസമയം കഷ്ടപ്പെടണം.
പ്രേക്ഷിത വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞ ശുശ്രൂഷയുണ്ട്. വഴിയിൽ അലഞ്ഞു കിടക്കുന്നവർക്ക്. നമ്മുടെ കയ്യിലൊന്നുമില്ല, തട്ടിമുട്ടിയും ജീവിച്ചു പോവുകയാണ്. പക്ഷേ ദൈവം അതിനുള്ള, നമ്മൾ ആഗ്രഹിച്ച അതിനുള്ള വഴികളെയും ആളുകളെയും നമുക്കൊരു നല്ല ദെയർ ഇസ് എ വിൽ, ദെയർ ഇസ് എ വേ എന്ന് പറയും. നമുക്കൊരു നല്ല മനസ്സുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, അത് ദൈവത്തിന് സമർപ്പിച്ചാൽ, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ടിരിക്കും. 1,00,000-ലധികം ആളുകൾക്ക് ഇതുവരെ വഴിയരികിൽ അലഞ്ഞടക്കുന്ന, ഗവൺമെൻറ്റിനും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, മക്കൾ ഉപേക്ഷിച്ച് കളഞ്ഞതും ഓർമ്മയില്ലാതെ ഇറങ്ങിപ്പോയതും മാനസിക രോഗികളായിട്ടുള്ളതും ഒക്കെ ഉണ്ട്. തട്ടിപ്പും നേരായതും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഒരു പതി ചോറ് കൊടുക്കുക സാധിക്കുമ്പോൾ, നേരത്തെ മാസത്തിൽ 1-2 തവണ, പിന്നെ ഇപ്പോൾ സാധിക്കുമ്പോഴൊക്കെ സുമനസ്സുകൾ അങ്ങനെ ചെയ്യാൻ, അല്ല വിവാഹ വാർഷികങ്ങൾ, ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. ചിലർ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. കിട്ടിക്കഴിഞ്ഞല്ല, ചിലർ പറയും ഞങ്ങൾക്ക് എന്താ ബന്ധനോ എന്താ നേർച്ച തടസ്സമൊന്നും അറിയില്ല, ഇങ്ങനെ ഒരു കാര്യത്തിൽ സഹായിക്കാമോ, അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒത്തിരി കെട്ടുകൾ അഴിയുന്നുണ്ട്. കേസ് വിളിക്കാതെയൊക്കെ കിടന്ന കേസൊക്കെ ചടവിടാന്ന് വിളിക്കുന്നു, പ്രഷർ ഇടുന്നു, മാറ്റങ്ങൾ വരുന്നു. നമുക്ക് ഈ വീതം കിട്ടാതെ കിടന്നതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എന്നല്ല, ലോട്ടറി അടിച്ചാൽ കൊടുക്കാമെന്നല്ല, എളിയ ഇല്ലായ്മയിൽ നിന്ന് ത്യാഗം വഹിച്ച്, ഒരു വക്കീലിനാണെങ്കിൽ, കേസിനാണെങ്കിൽ, ഡോക്ടറിനാണെങ്കിൽ കഴിഞ്ഞിട്ടാണ് നോക്കട്ടെ എന്ന് പറയുമോ, അതുപോലെ ഒരു 10 പതി ചോറ് അല്ലെങ്കിൽ ഒരു 25 പതി ചോറൊക്കെ കൊടുക്കാൻ. ഇത് കേട്ടതുകൊണ്ടൊന്നും നിങ്ങൾ ചെയ്യണ്ട. നല്ല മനസ്സുള്ളവർ ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. വിശപ്പിൻ്റെ വിളി എന്ന ഈ ഇവിടുത്തെ എളിയ ശുശ്രൂഷ ഇതാ ദൈവം, ഈശോ ആരംഭിക്കാൻ പറഞ്ഞു, ആരംഭിച്ചു. ഈശോ മുന്നോട്ട് പോകാൻ പറഞ്ഞു, ഇപ്പോഴും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ അനേക മടങ്ങും അത്ഭുതങ്ങൾക്ക് അതൊരു വഴിയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ തിന്നു കുടിച്ച് സുഖിച്ച് നമ്മുടെ കാര്യം നോക്കി കുറേ വചനവും എഴുതി പ്രാർത്ഥിച്ച് മാത്രം പോകാനല്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസലോ. അപ്പോൾ ഈ വചനങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. 4 വചനങ്ങൾ മറക്കരുത്. 1 ജെറമ്യാ 31:13. അവിടെ പറയുന്നത് എന്താ? ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും, അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. പ്രൈസലോ. എന്ത് നല്ല വചനം പറഞ്ഞിട്ട് തന്നെ നല്ല ഉള്ളിൽ നല്ല കൊള്ളിൽ. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും. ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചേട്ടൻ എന്നെ കാണാനായിട്ട് വന്നു. വർഷങ്ങളായിട്ട് സൊസൈറ്റി ലോൺ എടുത്തിട്ട് അടക്കാനേ പറ്റിയിട്ടില്ല. എല്ലാ മാർച്ച് മാസം വരുമ്പോഴും ഭീഷണിയാണ്. ഭീഷണി എന്ന് പറയാൻ നിവൃത്തിയില്ല. അടച്ചില്ലെങ്കിൽ അവർ വെറുതെ വിടും. ആൾക്കാരെല്ലാം കൂട്ടത്തോടെ വരും, നോട്ടീസും കൊണ്ടുവരും, വിളിപ്പിക്കും. എന്തെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം ആ ചേട്ടൻ്റെ സങ്കടം ഞാൻ കേട്ടതാണ്. പക്ഷേ ഇപ്പം കഴിഞ്ഞ വർഷം ആ ചേട്ടൻ ബ്രദറെ ഒന്ന് വരുമോ, പ്രാർത്ഥിക്കുമോ, എന്തു ചെയ്യും എന്നും പറഞ്ഞിട്ട്, ഈ കടം കിടക്കുന്നതുകൊണ്ട് വന്നവരാരും തുടങ്ങിയ കാലം മുതലേ കടമുണ്ടെന്ന് അറിഞ്ഞിട്ട് വസ്തു നോക്കാൻ വന്നവരാരും വിലയും തരുന്നില്ല. പക്ഷേ ഇത് നടന്നിട്ട് വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജീവിതത്തിനൊരു ക്രമം വരും. നമുക്ക് കിടക്കാനുള്ളത് മാത്രം മതിയല്ലോ. പക്ഷേ ഇതേ ഇപ്പം ഈ മാസം മാർച്ച് 31 തികയുന്നതിന് മുമ്പ് ഇന്ന് ആ സഹോദരൻ വന്നു. ബ്രദറെ സ്തുതിയായിരിക്കട്ടെ കേട്ടാ, എല്ലാം അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. കടങ്ങളെല്ലാം തീർത്ത്, തലക്ക് വെളിവെള്ളം എല്ലാ കടവും പെട്ട വിലയ്ക്കോ നഷ്ടത്തിലോ അല്ല പോയത്. അങ്ങനെ പോകാൻ ഇടയാക്കില്ല. കിട്ടാവുന്നതിൽ വെച്ച് നല്ല വില കിട്ടി, കച്ചവടം നടന്ന് എല്ലാം ഒതുക്കി. പ്രൈസലോ. നമ്മൾ സങ്കടം കണ്ടവരുടെ സന്തോഷം, സന്തോഷത്തോടെ അവരെ കാണുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കേട്ടപ്പോൾ ഒരിക്കലും മാറില്ല. വഴികളിങ്ങനെ മുറുകി കൊണ്ടിരുന്ന അവസ്ഥ. പക്ഷേ ഇതാ ഈ മാർച്ച് 31 മുമ്പ് അവരുടെ സന്തോഷം കാണാനുള്ള വഴി. അത് അങ്ങോട്ട് പോയല്ല, നമ്മുടെ വീട്ടിൽ വന്ന് ഇരുന്ന് അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ആ സന്തോഷം പങ്കുവെക്കുന്ന അവസ്ഥ. ഇനിയും അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസലോ. വീണ്ടും ഉൽപ്പത്തി 18:14 രണ്ടാമത്തെ വചനം. ജെറമ്യാ 31:13 ഇപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ വചനം ഉൽപ്പത്തി 18:14. കർത്താവിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തുണ്ട്? ഈ ലോകത്തിൻ്റെ അറ്റം വരെ വണ്ടി ഉണ്ടാക്കിയവന് ഒരു നെട്ടുണ്ടാക്കാൻ വല്ല പ്രയാസമുണ്ടാകും. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് അവൻ്റെ ദുഃഖകരമായ സങ്കടകരമായ കാര്യത്തിന് ഒരാളെ പറഞ്ഞു വിടാൻ, ഒരു വഴി ഒരുക്കാൻ നമ്മൾ വിചാരിക്കുന്ന ആളോ വഴിയോ ഒന്നും ആകണമെന്നില്ല. ഇന്നലെ ആ ഒരു സഹോദരനോട് അവർ പറഞ്ഞു, എൻ്റെ മൂത്ത ആങ്ങൾ അമേരിക്കയിലാണ്, കുട്ടികൾ പോലും ഇല്ല, ഭാര്യയും ഭർത്താവും. അവരൊന്നും മനസ്സ് വെച്ചാൽ ഞങ്ങളുടെ പല കാര്യങ്ങൾക്കും അവൻ ചെയ്യൂലെന്നാണ് പറഞ്ഞത്. അത് വിചാരിക്കണ്ട. വീണ്ടും ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ചെയ്യണേ, അവന് മാനസാന്തരം കൊടുക്കണേ. ഞാൻ ഇന്നലെ പറഞ്ഞു കൊടുത്തു, അവൻ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. ദൈവമേ ദൈവഹിതം നിറവേറ്റണേ, വഴി ഇറങ്ങണേ. ഉറപ്പ് തൊട്ടടുത്ത് തന്നെ അതിന് റിസൾട്ട് വരും.
ഇത്രയും നാളൊരു വിഗ്രഹാരാധന പോലെ അവൻ മാത്രമേ കൂട്ടത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അവൻ ചെയ്യണേ അവനോട് ചോദിക്കും, വഴക്കും കേൾക്കും, ഇരുന്ന് കരയും. വീട്ടിൽ പോലും ആരും അറിയിച്ചിട്ടില്ലെന്നായി സഹോദരി പറഞ്ഞു. യെരമ്യാ 32:27 പറയും, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ കർത്താവ്. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നവരുടെയും നമുക്ക് വഴിമുടക്കുന്നവരുടെയും നമ്മളെ സഹായിക്കുന്നവരുടെയും സഹായിക്കാനിരിക്കുന്നവരുടെയും എല്ലാം ദൈവമായ കർത്താവാണ്. പൈസലോ ഇതുപോലെ ഒരു ചേട്ടൻ വന്ന് ഞാൻ പറഞ്ഞു, വചനം കേൾക്കും, പ്രാർത്ഥിക്കും, അഗ്നിയായി നിറയണമേ. ആ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് ഇങ്ങനെ പാടി അന്നത്തെ ശുശ്രൂഷയിൽ കരഞ്ഞ് സ്തുതിച്ച് അദ്ദേഹം പരിസരം മറന്ന് പ്രാർത്ഥിച്ച് ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകന് ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ല. പക്ഷേ ആരോ വന്ന് പണ്ടത്തെ എന്തോ പരിചയക്കാർ വീട്ടിൽ വന്ന് ബയോഡാറ്റ മേടിച്ച് കൊണ്ടുപോയി, അതേ ദുബായിക്ക് കൊണ്ടുപോയി, രക്ഷപ്പെട്ട് പണയം വെച്ചതെല്ലാം എടുത്തു, കടങ്ങളെല്ലാം തീർത്തു. അപ്പം ഈ കാര്യം മാത്രമല്ല, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം, വിശുദ്ധിയിൽ ദൈവാനുഗ്രഹത്തിൽ ആത്മരക്ഷ പ്രാപിക്കാതെ ജോലി, വീട്, കല്യാണം എല്ലാം നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? 42 വയസ്സുള്ള സഹോദരൻ വന്നിട്ട് പൊട്ടിക്കരയണം, ഇനി 2ാം കല്യാണം നടക്കുള്ളൂ. ഞാൻ വെച്ചേ നിർത്ത്, ഇത് ആരോടാ പറയുന്നത്? ദൈവഹിതം ആരായി? പ്രാർത്ഥിക്ക്. ഇന്ന് കല്യാണം കഴിഞ്ഞ് 2 കൊച്ചുണ്ട്. 2ാം കല്യാണമല്ലോ, 1ാം കല്യാണം തന്നെ ഈശോ നടത്തി, നിനക്ക് നടത്തിത്തരും. വിശ്വസിക്കുന്ന ഇതുപോലെ മുമ്പിലിരുത്തി പറഞ്ഞോളൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സ് മടുത്ത, ഹൃദയം മരവിച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടാനായിട്ട് പോകും. പ്രാർത്ഥിച്ച് മടുത്തവരുണ്ട്, എന്നാലും ഒന്ന് കേട്ട് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ 1 വചനം ജെറമ്യാ 31:13, 2-ാമത്തെ വചനം ഉൽപ്പത്തി 18:14, 3-ാമത്തെ വചനം ജെറമ്യാ 32:27. ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ കർത്താവ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? 3-ാമത്തെ വചനം സങ്കീർത്തനം 68:28, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കി ജീവിച്ചിരിക്കില്ലെന്ന് വിചാരിച്ച, അല്ലെങ്കിൽ ഒരിക്കലും മാറാമോളെന്ന് വിചാരിച്ച എത്രയോ കാര്യങ്ങൾ ഈ ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് നിങ്ങൾക്ക് ഈ പ്രായം വരെ, എനിക്കിപ്പോൾ 50 വയസ്സായി, ഈ 50 വയസ്സ് വരെ എൻ്റെ ദൈവമേ കമിഴ്ന്ന് കിടന്ന് നന്ദി പറഞ്ഞാലല്ലാതെ തീരാത്ത അത്ര അനുഗ്രഹങ്ങൾ ദൈവം. വേറെ ഒന്നും പറയാനില്ല, ഒരു മഹത്വം പറയാനില്ല. ഗ്ലോറി ടു ഗോഡ്. ആളുകളൊക്കെ ഇങ്ങനെ വരും പോകും, ശുശ്രൂഷക്ക് വരും, പ്രാർത്ഥിപ്പിക്കും, അവരവരുടെ കാര്യത്തിന് പോകും, മരിച്ചാലും പോകില്ലെന്ന് പറയും, അല്ലെങ്കിൽ അവസാനം വരെ ഞങ്ങൾ കൂടെ ഉണ്ടാവും, ആരെല്ലാം പോയാലും പോകില്ല, ചുമ്മാ പറയണേ, പുറംപൂച്ച്. പക്ഷെ ഇപ്പോഴും ദൈവം ശുശ്രൂഷയിലും അഭിഷേകത്തിലും കൃപയിലും ആരെല്ലാം നിന്നെ വിട്ടാലും വിടൂലെന്ന് പറയുന്നവർ, അവരാദ്യം പോകും. നമുക്ക് അത്ഭുതം തോന്നും കേട്ടുകൊണ്ട്. അതൊക്കെ കേട്ട് സാക്ഷികളായിരുന്നവർ ചിലപ്പോൾ ഞെട്ടിപ്പോവും, ഒറ്റ ചവിട്ടം കൂടെ തന്നിട്ട് പോകും. അതൊന്നും വെറുതെ വിഷമിക്കേണ്ട, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് മനസ്സിലാകണമെങ്കിൽ മാർക്കോസ് 13:9-13 വരെ എടുത്ത് വായിച്ചാൽ മതി. ചിലപ്പോൾ അധികാരികളുടെ മുമ്പിൽ, ന്യായാധിപന്മാരുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിലൊക്കെ നമുക്ക് നിൽക്കേണ്ടി വന്നേക്കാം. ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും, നന്മകൾ ചെയ്യും, പ്രാർത്ഥിക്കും. പക്ഷേ അവരിൽ കൂടെ ഉണ്ടാകാം. നമ്മൾ വളർത്തിയവർ, സഹായിച്ചവർ കൂടെയൊക്കെ സഹനങ്ങൾ ഉണ്ടായി. എന്നാലേ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുള്ളൂ. ഓക്കെ, ഗോട്ട് ദ പോയിന്റ്. അവരങ്ങനെ ചെയ്തു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോ അങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. ഞാൻ സഹായിച്ചവർ, വളർത്തിയവർ, പൈസ കൊടുത്തവർ, ചവിട്ടും കൂടെ തന്നിട്ട് പോയ അവസ്ഥ. വിഷമിക്കണ്ടെന്നേ, ദൈവം തന്നതുകൊണ്ടല്ലേ കൊടുത്തത്. ഇനിയും തമ്പുരാൻ അനുവദിച്ചാൽ കൊടുക്കണം, അവർക്കല്ലെങ്കിൽ ആർക്കെങ്കിലും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 68:28, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ ശക്തി പ്രകടിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ, ഗൾഫ്, UK, കാനഡ, ഇറ്റലി, ഇസ്രായേൽ, USA, ഇങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് നമ്മുടെ നാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ വിഷമത്തിലാണ് പോയ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറഞ്ഞു പോയവർ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളില്ല. സഭാപ്രസംഗം 7:29 പറയുന്നുണ്ട്, മനുഷ്യൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. മനുഷ്യൻ തന്നെ ഓരോ പണവും കാര്യമൊക്കെ വരുന്നതനുസരിച്ച് പുതിയ പ്ലാന്, പദ്ധതികൾ, കൈവിട്ടുള്ള കളികൾ, എന്നിട്ട് പറയും ഈ ദൈവം എന്താ ഇങ്ങനെ. അപ്പോൾ ആ ഒരു സഹോദരൻ പറഞ്ഞ ഇതാണ്, പൈസയും എല്ലാം ഉണ്ട്, വീട്ടിലെല്ലാ കാര്യവും, ഭയങ്കര കഷ്ടതയാണ്, ഒരു വീട് പോലും ഇല്ല. പക്ഷേ എന്നെക്കുറിച്ച് ഇപ്പോൾ ഒന്ന് അന്വേഷിക്കാനോ സ്നേഹം പങ്കിടാനോ ഒന്നും വീട്ടിലുള്ളവർക്ക് നേരമില്ല. അവർക്ക് യന്ത്രം പോലെ പൈസ മാത്രം. പ്രൈസ് ദി ലോർഡ്. മത്തായി 7:12, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ അവർക്ക് ചെയ്യൂ. ശുശ്രൂഷ ചെയ്യുക, അതൊരു വരമാണ്. വിഷമിക്കേണ്ട, ദൈവം അതിനെല്ലാം പ്രതിഫലം തരും. ഈ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടിയാലും. അപ്പോൾ ഈ 4 വചനങ്ങൾ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടും, മറന്നു പോകരുത്. ജെറമ്യാ 31:13,
ഉൽപ്പത്തി 18:14, ജെറമ്യ 32:27, സങ്കീർത്തനം 68:28. ഈ 4 വചനങ്ങൾ. അപ്പോൾ ചോദിക്കും, എന്തോ ചോദിച്ചാൽ എത്ര പ്രാവശ്യം, എത്ര ദിവസം? 33 പ്രാവശ്യം ഇത് 21 ദിവസം ഒന്ന് പ്രാർത്ഥിക്കുക. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഈ 21ൻ്റെ കണക്ക് അവിടെയുണ്ട്. 33 നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതം ഇതാ അവസാനിച്ചത്. കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് 33ാമത്തെ വയസ്സിലാണ് പോയത്. ആ എണ്ണം, ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അതിനും ഒരു ക്ലാരിറ്റി, ഒരു വിശുദ്ധി, ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് ഈ എണ്ണം പറഞ്ഞത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനം വെച്ച് 33 പ്രാവശ്യം 21 ദിവസം പ്രാർത്ഥിക്ക്. ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന വചനമാണ് നമ്മൾ കേട്ടത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ അതാത് സമയം നിങ്ങൾക്ക് കിട്ടാനായിട്ട് തുടങ്ങും. വചനം എഴുതി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ശുശ്രൂഷകളിൽ പ്രാർത്ഥിക്കുക. എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിഷനിൽ നിന്ന് ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ ഷൈജു ആദപ്പള്ളി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകളോടെ. പ്രൈസ് ദി ലോർഡ്.